ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലെ വേദ വരുണിൻ്റെ ബോഡി കാണാൻ വന്നിരിക്കുകയാണ്. അവിടെ ശ്രീകാന്തും ചന്ദ്രശേഖരനും ഉണ്ട് കേട്ടോ. ആ സമയം വേദ അവരുടെ അടുത്ത് ചെന്നിട്ട് പറയും, ഒരിക്കൽ ഞാൻ നിങ്ങളുടെ ഭീഷണിക്ക് എനിക്ക് വഴങ്ങേണ്ടി വന്നു. അന്ന് എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ മറവിൽ വിക്രമിൻ്റെ ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ എനിക്ക് പലതും എല്ലാം തുറന്നു പറയേണ്ടി വരും. അച്ഛൻ്റെ മുന്നിലും നിയമത്തിൻ്റെ മുന്നിലും വിക്രം നഷ്ടപ്പെട്ട പിന്നെ എനിക്ക് വേറൊന്നും നോക്കാനില്ല. അവർ ഞെട്ടുന്നുണ്ട്. ശ്രീകാന്ത് പറയും, നീ തെറ്റിദ്ധരിച്ചിരിക്കുക, ഞങ്ങൾക്കിതിൽ പങ്കില്ല. വേദ വിരൽ ചൂണ്ടിയിട്ട് പറയും, അത് ഉറപ്പായിരിക്കണം എന്ന് മാത്രം. അത് പറഞ്ഞ് ചന്ദ്രശേഖരനെയും ഒരു നോട്ടം നോക്കി വേദ എവിടുന്ന് പോവാണേ. ചന്ദ്രശേഖരൻ ചോദിക്കും, ഇവള് പണി ഉണ്ടാക്കോ? ശ്രീകാന്ത് പറയും, വാസവന്റെ ആൾക്കാരെ പണി നടപ്പിലാക്കട്ടെ, ബാക്കി നമുക്ക് അപ്പം നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. വേദ അങ്ങനെ അകത്തേക്ക് ചെല്ലണേ. അങ്ങനെ വരുൺ കിടക്കുന്ന കാണുമ്പോൾ വേദയ്ക്കും നല്ല സങ്കടമുണ്ട്. വേദയും കരയാണ്. അടുത്ത് നോക്കുന്ന വാസവനെ നോക്കുന്നുണ്ട്. വാസവനും നല്ല കരച്ചിലാണ്. അതുകൂടെ കാണുമ്പോൾ വേദയുടെ സങ്കടം ഇരട്ടിയാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിൻ്റെ വീട്ടിലെ ശ്രീജയത്തിയുടെ ഫുഡ് പ്രൊഡക്റ്റ് ആകെ അലങ്കോലാക്കിയിട്ടിരിക്കുകയാണല്ലോ. അത് ശ്രീജയും നന്ദിനിയും കൂടെ ക്ലീൻ ചെയ്യുക. അപ്പോഴേക്കും അങ്ങോട്ട് പോലീസുകാർ വരും. ആ ശബ്ദം കേട്ടിട്ട് കമലയും പുറത്തേക്ക് വരണേ. മാഷു ഇറങ്ങും. നിങ്ങളുടെ മകൻ വിക്രം എവിടെ? അത് പിന്നെ മാഷു പറയും, ഇവിടെ ഇല്ല. സാബു പറയും, ഇവിടെ ഉണ്ടാവില്ലെന്നറിയാം, എവിടെ ഒളിപ്പിച്ചിരിക്കുന്നെന്ന് പറ. ഞങ്ങൾ ആരെയും ഒളിപ്പിച്ചിട്ടില്ല. അപ്പോൾ സാബു സാറ് പറയും, ഇപ്രാവശ്യം കൊലപാതകമാണ്. അപ്പോൾ കമല പറയും, എൻ്റെ മകൻ ആരെയും കൊന്നിട്ടില്ല. അപ്പോഴേക്ക് ശ്രീജയും നന്ദിനി അങ്ങോട്ട് വരും. പോലീസ് പറയും, ഹോ പാവം, ഇതുവരെ ഒരാളോടും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത നിഷ്കുവാണല്ലോ അവൻ. ശ്രീജ പറയും, സാറേ വിക്രം എവിടെയെന്ന് ചോദിച്ചേ, ഇന്നലെ രാത്രി കുറെ ആൾക്കാർ വന്നു, ഈ വീടാകെ തല്ലി തകർത്തു. ഈ വീടിനോട് ചേർന്ന് നടത്തുന്ന ചെറിയ സ്ഥാപനം ഉണ്ട് അവിടെ. എത്ര രൂപയുടെ സാധനങ്ങളാ അവർ നശിപ്പിച്ചു കളഞ്ഞെന്നറിയാം. പോലീസ് പറയും, സ്വാഭാവികമാണ് പെങ്ങളെ, ഒരു പേര് കേട്ട MLA മകനെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ ഇരിക്കുവോ? തൽക്കാലം ഇത്രയെല്ലാം ഉണ്ടായെന്നോ വിചാരിച്ച് സമാധാനപ്പെടൂ. പകരത്തിന് പകരമായി ഈ വീട്ടിൽ നിന്നും ഒരുത്തന്റെ തല എടുക്കണമെന്ന് അവർക്ക് തോന്നിയില്ലല്ലോ. പെങ്ങൾ വിധവയാവാത്തത് ദൈവാനുഗ്രഹമാണെന്ന് വിചാരിക്കേ. ഇത് കേൾക്കുമ്പോൾ കമലയ്ക്ക് അങ്ങ് ആകെ ടെൻഷനാവും. അവനെല്ലാം അത് ചെയ്തത്. അത് നടക്കുന്ന സമയത്ത് അവൻ കൂട്ടുകാരുടെ കൂടെ വേണമെങ്കിൽ സാറ് പോയി അന്വേഷിച്ചോളൂ. അപ്പൊ സാബു സാറ് പറയും, ഓ അപ്പോ അവനിവിടെ എത്തി എങ്ങനെയാ പറയേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ. പൊന്നു പെങ്ങളെ, അവൻ ആ ചെറുക്കനോട് പണ്ടേ വൈരാഗ്യമുള്ളതാണ്. പട്ടിയെ പോലെ നടുറോട്ടിലിട്ട് തല്ലി ചതച്ചിട്ട് അവന്റെ ഭാര്യ തന്നെയല്ലേ മൊഴി തന്നത്. മാഷു പറയും, അന്ന് അങ്ങനെ ചെയ്തു എന്ന് കരുതി ഇന്നും അവൻ തന്നെ പ്രതിയാവണമെന്നില്ലല്ലോ സാറേ. ഇത് അവനെ പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പൊ സാബു സാറ് പറയും, ആണോ? എന്നാ അവരാരാണെന്ന് മാഷു കണ്ടെത്തിത്താ. എന്തേ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ അവൻ രക്ഷപ്പെടാൻ പോണില്ല. അതെ, അവൻ കുത്തുന്നത് കണ്ട ദൃക്സാക്ഷിയുണ്ട്. മരിച്ച പയ്യനുമായിട്ടുള്ള വൈരാഗ്യം കൂടി കണക്കിലാക്കുമ്പോ പിന്നെ ഇനി സംശയിക്കാനൊന്നുമില്ല. പകയോടെ കാത്തിരുന്ന് നടത്തിയ കൊലയാ. ജീവപര്യന്തത്തിൽ ഒതുങ്ങാൻ പോകുന്നില്ല. കൊലക്കാര് തന്നെ കിട്ടും. കമലം അത് കേട്ട ആകെ കരച്ചിലാവട്ടോ. അപ്പൊ മാഷു പറയും, കരയാതിരിക്കും കമല, ശിക്ഷിക്കുന്നത് പോലീസല്ലല്ലോ, കോടതിയല്ലേ. പോലീസ് പറയും, ഇത്തവണ കോടതിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റില്ല മാഷേ, അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്ക് അവനോട് കീഴടങ്ങാൻ പറയണം. പിന്നെ ഞങ്ങൾ മെനക്കെട്ട് പിടിച്ചാ പിന്നെ കുറെ കാലത്തെ കലിയാ. എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞങ്ങൾ കോടതിയിൽ എത്തിക്കും. ജയിലിനകത്തായാലും അവൻ മരണം വരെ കുറച്ച് കിടക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട, വാടോ എന്ന് പറഞ്ഞോണ്ട് ആ പോലീസുകാരെ അവിടെ നിന്ന് പോവാണ്. കമലമ്മ ആകെ ടെൻഷനിലാട്ടോ. അവിടെ നിന്ന് കരയാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ജോസഫ് രാജേട്ടനും കൂടെ കുറച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് ഒരു കാടിന് നടുക്കിലൂടെ ഇങ്ങനെ പോവാട്ടോ. ആ സമയം ഒരു കാടിനുള്ളിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് വിക്രം ഉള്ളത്. അങ്ങനെ അകത്ത് കയറി ആ റൂമിന്റെ ഡോറൊക്കെ ലോക്ക് ചെയ്ത് മെഴുകുതിരി കത്തിച്ചവിടെ വെക്കും. വിക്രമിനുള്ള ഫുഡ് കൊടുക്കണേ, ഇത് കഴിക്കടാ. അപ്പോൾ വിക്രം അത് വാങ്ങിച്ചിട്ട് പറയും, എത്ര ദിവസം രാജേട്ട ഇങ്ങനെ കിടക്കുക, ഞാൻ നാളെ മുതൽ പുറത്തിറങ്ങാൻ പോവാ. രാജേട്ടൻ പറയും, ഭ്രാന്ത് പറയല്ലേ, പുറത്ത് മുഴുവനും ആ വാസവന്റെ ആൾക്കാർ തെരഞ്ഞു നടക്കുക. വിക്രം പറയും, വീട്ടിലേക്ക് അവർ ചെല്ലുമെന്ന് എന്റെ പേടി. ജോസഫ് പറയും, അവർക്ക് നിന്നെയാണ് ആവശ്യം. വിക്രം ചോദിക്കും, ശ്രീനി സാർ എന്ത് പറഞ്ഞു? എന്തു പറയാൻ, നീ എല്ലാം അത് ചെയ്തതെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇലക്ഷനെ ഇത് ബാധിക്കുന്നുള്ളത് ഉറപ്പാലേ. അപ്പോ രാജേട്ടൻ പറയും, ആൾക്കാരുടെ ഉള്ളില് ഇത് നീയാ ചെയ്തതെന്നാ. നീയും ശ്രീനിസാറുമായി ബന്ധപ്പെട്ട ആളുകളല്ല ഇത് ചെയ്തതെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പായി വാസവൻ അനുകൂലായിരിക്കും. വിക്രം പറയും, ഉറപ്പായും ജനപക്ഷം ഉയരും, അതും എന്റെ പേരില് സാറിനെതിരെ. ജോസഫ് പറയും, നീയാണ് ചെയ്തതെന്ന് ആ പുളിക്കൽ പോലീസിനോട് പറയുകയും ചെയ്തു. വിക്രം ചോദിക്കും, അതെന്തിനാ? രാജേട്ടൻ പറയും, ശ്രീനിസാർ ചോദിച്ചോ, നീയാണെന്ന് തോന്നിയത്. നിന്റെ പേര് വിളിച്ചപ്പോ കുത്തിയാൾ തിരിഞ്ഞു നോക്കി. അപ്പൊ അവൻ അയാളുടെ കൈ വലിച്ചോടി. കുറച്ചു കഴിഞ്ഞപ്പോ അയാൾ അവനെ തള്ളിയിട്ടിട്ട് പോയി. ഓട്ടം കണ്ടിട്ട് നിന്നെ പോലെ ഉണ്ടെന്നാ പുളിക്കൻ പറഞ്ഞത്. ജോസഫ് പറയും, പുളിക്കൻ അങ്ങനെ തോന്നിയതാ പ്രശ്നമായത്. വിക്രം എന്തോ ആലോചിക്കും, അത് വെറുതെ അങ്ങനെ തോന്നിയതല്ലെങ്കിലോ. പുളിക്കൻ ഇതിനിടയിലെ ഒരു കളി കളിച്ചിട്ടുണ്ടെങ്കിലോ രാജേട്ടൻ ഞെട്ടും. പുളിക്കനോ? അവനങ്ങനെ ചെയ്യോ? അപ്പൊ വിക്രം പറയും, പണ്ട് ശ്രീനിസാറിന്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്തറിയാറുണ്ടായിരുന്നു. ഇപ്പൊ അത് ഓർക്കുമ്പോ അവൻ മുഖേന ആയിരുന്നു എന്നൊരു സംശയം. ജോസഫ് പറയും, അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ അപ്പൊ തന്നെ പിടിക്കായിരുന്നില്ല. വിക്രം പറയും, ശ്രീനിസാറിന്റെ വിശ്വസ്തനല്ലേ എന്നോർത്തപ്പോ സംശയിക്കേണ്ടെന്ന് കരുതി. പക്ഷെ ഇപ്പൊ എല്ലാം കൂടി ചേർത്ത് വയ്ക്കുമ്പോ നമുക്ക് അവനെ അങ്ങ് പൊക്കിയല്ലോ രാജേട്ടാ. സംഗതി തെളിയിക്കാൻ അതൊരു മാർഗമുള്ളൂ. അങ്ങനെ അവർ അതിന് പദ്ധതി ഇടാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് പുളിക്ക് ഇങ്ങനെ നടന്നു പോവാട്ടോ. ഈ സമയത്ത് ആ ഇടവഴിയിൽ ആരുമില്ല. ഓ വല്ലാത്ത കൊതുക് എന്നും പറഞ്ഞിങ്ങനെ നടക്കുമ്പോ
എന്ന ശബ്ദം കേൾക്കാട്ടോ. ഇതെന്താ പാമ്പാണോ എന്ന് പറഞ്ഞ് ചുറ്റിലും നോക്കും. പിന്നെ നടക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും വിളിക്കും. പാമ്പ് ഷൂ ഷൂ എന്ന് പറഞ്ഞ് വിളിക്കുവോ? ഇങ്ങോട്ട് വിളിച്ച് കൊത്തുന്ന പാമ്പുകളും ഉണ്ട് പുളിക്കൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു വെളിച്ചം വരിക കേട്ടോ. ടോർച്ചിന്റെ ലൈറ്റ് നോക്കുമ്പോൾ വിക്രം ഈശോയെ എന്ന് പറഞ്ഞ് പുളിക്ക പേടിക്കും. തിരിയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് രാജേട്ടനും മറ്റേ സൈഡിൽ നിന്ന് ജോസഫും വന്ന് പുളിക്ക് ആകെ ലോക്കാവും. പേടിച്ച് വിറച്ച് നിൽക്കുകയാണെങ്കിൽ വിക്രമൊക്കെ അടുത്തേക്ക് വരും. താൻ എന്നെ കണ്ടു എന്നല്ലേ പുളിക്ക പറഞ്ഞത്? അപ്പൊ പുളിക്ക് പറയും, ഞാൻ വിളിച്ചപ്പോ നീ തിരിഞ്ഞു നോക്കിയില്ലേ? ഞാൻ രക്ഷപ്പെടാന്ന് പറഞ്ഞപ്പോ നീയല്ലേ കൂടെ വന്നത്? വിക്രം ചോദിക്കും, അത് തനിക്കുണ്ടായ തോന്നലോ അതോ തമ്മാനപൂർവ്വം കളിച്ച നാടകോ എന്ന് പരുങ്ങുന്ന കാണുമ്പോ തന്നെ വിക്രം പറയും, തന്റെ മുഖം കണ്ടാൽ അറിയാം താൻ എന്തോ ഒളിക്കുന്നുണ്ടെന്ന്. പറയടാ എന്താ സംഭവിച്ചത് എന്ന് നോക്കിയപ്പോൾ പുളിക്കൽ എല്ലാരും നോക്കി രാജേട്ടൻ ഒരൊറ്റ ഒന്നും തീയിട്ട് തള്ളിയിട്ടിട്ട് അവിടുന്ന് ഓടിപ്പോവാ. രാജേട്ടൻ പറയാ, അവനെ പിടിക്കേ. അപ്പോഴേക്കും ഇവരെല്ലാരും കൂടെ രാജേട്ടനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷം ആ പുളിക്കലിനെ പിടിക്കാൻ ഓടുകയാണ്. അയാൾ ഓടിപ്പോകുമ്പോൾ ഇവരും പിന്നാലെ ഓടും. പുളിക്ക നിൽക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ വിക്രം അവിടെ താഴെ ഉണ്ടായിരുന്ന ആ ഒരു വലിയ വടിക്കഷ്ണം എടുത്ത് പുളിക്കയുടെ കാലിലേക്ക് നോക്കി എറിയും. അത് തട്ടി പുളിക്കൽ വീഴും. ഫോൺ എടുക്കാൻ വേണ്ടി തിരിയുമ്പോൾ വീണ്ടും വീഴാണ്. അപ്പോഴേക്കും വിക്രമും ജോസഫും കൂടെ പിടികൂടും. അങ്ങനെ വിക്രമിന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഏട്ടാ തല്ലി കൊല്ലടല്ലോ വിക്രം, നീ എന്തിനാ എന്നെ തല്ലുന്നു? വിക്രം പറയും, സത്യം പറയടാ ഇനി എന്നെ തല്ലല്ലേ, എനിക്ക് ഇത്തിരി വെള്ളം വേണം. അപ്പൊ ജോസഫ് പറയും, തല്ലാൻ നേരത്തെ മിനറൽ വാട്ടർ ആയിട്ടാണോ ഞങ്ങൾ വരണേ എന്ന് പറഞ്ഞ് വീണ്ടും കൊടുക്കും. ആര് പറഞ്ഞിട്ടാടാ നീ വിക്രമിന് പറ്റിയത്? ഞാൻ പറയാം എന്ന് പറഞ്ഞിങ്ങനെ മണ്ണിൽ തൊട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന പൂഴിമണ്ണെടുത്ത് വിക്രമിന്റെ മേലേക്ക് ഇട്ടിട്ട് വീണ്ടും പുളിക്ക് ഓടിപ്പോവും. പൂഴിമണ്ണ് വീണത് കാരണം വിക്രമിന് പിന്നെ ഒന്നും കാണുന്നില്ല. പിടിക്കവനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജോസഫ് പിന്നാലെ ഓടും. വിക്രമും പിന്നെ കണക്ക് റെഡിയായി ആ പുളിക്കലിനെ പിടിക്കാൻ ഓടുന്നുണ്ട്. പുളിക്കൽ ഈ സമയം അവിടെ നിന്നൊരു വളവിലേക്ക് വന്നിട്ട് അവിടെ ഒരു വലിയ മരമുണ്ട്. ഇങ്ങനെ മുണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ മരത്തിൻ്റെ സൈഡിലേക്ക് പോയി ഒളിച്ചു നിൽക്കും. അത് ഇവർ കാണില്ല. ഇവർ ടോർച്ചടിച്ച് ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും പുളിക്കലിനെ കാണാതെ വേറെ വഴിക്ക് പോകും. ഈ സമയം പുളിക്ക ഫോൺ എടുത്ത് ശ്രീകാന്തിനെ വിളിക്കും. ശ്രീകാന്ത് ഉറങ്ങാണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ കോള് വരികയാണ്. വർഷയ്ക്കും ആരാ അത് നീ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ എടുത്ത് പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഹോളിൽ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നത്, എന്താടോ അവരെന്നെ പിടിച്ചു, ഇപ്പൊ ജസ്റ്റ് രക്ഷപ്പെട്ടതേ ഉള്ളൂ. ആരുടെ കയ്യുന്നേ? ഈ സമയം വേദ വെള്ളം എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ സംസാരം കേൾക്കുമ്പോൾ വേദ അവിടെ തന്നെ നിൽക്കും. വിക്രമിന്റെ ശ്രീകാന്തിക്ക് എന്നിട്ട് എന്നെ കുറെ തല്ലി സാറേ. വിക്രമാണ് കൊന്നതെന്ന് എനിക്ക് നുണ പറയേണ്ടി വന്നതാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. ശ്രീകാന്ത് ആകെ പേടിക്കും. എന്നിട്ട് പുളിക്ക് പറയും, പക്ഷെ സാറിന്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. ശ്രീകാന്ത് പറയും, എന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ തന്റെ മരണം എന്റെ കൈ കൊണ്ടാവും, പറഞ്ഞില്ലെന്ന് വേണം. തന്ന കാശിനെ ഞാൻ നന്ദി കാണിക്കും സാറേ. അല്ല ഞാൻ ഇനി എന്താ വേണ്ടത്? അവരുടെ കൈപ്പെട്ട ഉറപ്പായിട്ട് അവരെന്നെ അപ്പൊ ശ്രീകാന്ത് പറയും, അതിനു മുമ്പ് അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ പോരെ. ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പുളിക്ക് പറയും, അയ്യോ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല സാർ, എനിക്ക് അതിനൊന്നും ആവില്ല. അപ്പോ ശ്രീകാന്ത് പറയും, ആദ്യം താൻ ആ വിക്രം എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി, പിന്നെ ഇന്ന് രാത്രി തന്നെ വാസൻ ആ സ്ഥലത്തെത്തി അവനെ തീർത്തോളൂ. എനിക്കോ തനിക്കോ അതിലൊരു പങ്കും ഉണ്ടാവില്ല. താൻ വേഗം ആ സ്ഥലം കണ്ടെത്തേ, ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പൊ പുളിക്കിൽ പറയും, ഓക്കെ. അങ്ങനെ അത്രയും പറഞ്ഞ ശ്രീകാന്ത് കോള് കെട്ടിയാ. ഇതൊക്കെ കേട്ട് വേദ ആകെ ഷോക്കായിട്ടുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ടെൻഷനോട് കൂടെ അവിടെ ഇരിക്കട്ടോ. വേദ എപ്പോഴും കിച്ചണിൽ തന്നെ നിൽപ്പുണ്ട്. പിന്നീട് കാണിക്കുന്നത് പുളിക്കും എല്ലാം അവിടെ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് വിക്രമ ജോസഫൊക്കെ നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ അവിടെ നിന്ന് വീണ്ടും മാറി നിൽക്കാട്ടോ. എന്നിട്ട് ഇവർ പറയണ കേൾക്കുക. അങ്ങനെ വിക്രം അവരോട് പറയും, നിങ്ങൾ പെട്ടെന്ന് ശ്രീനി സാറിനെ പോയി വിവരം അറിയിക്കും. ഇന്ന് രാത്രി തന്നെ അവനെ പൊക്കണം. ഇന്ന് രാത്രി തന്നെ പോലീസിനെ ഏൽപ്പിച്ച് മൊഴി രേഖപ്പെടുത്തണം. ആര് പറഞ്ഞിട്ടേ കൊലപാതകം ചെയ്തതെന്ന് അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അത് റെക്കോർഡ് ചെയ്തിട്ട് വേണം പോലീസിന് വിട്ടുകൊടുക്കാൻ. ഇതിന് പുറകിലുള്ളവരെ പോലീസിനെ സ്വാധീനിക്കാൻ അതാ നല്ലത്. എന്നാ നിങ്ങൾ പൊയ്ക്കോ, ഞാൻ പൊയ്ക്കോളാം. ജോസഫ് വയ്ക്കും, കൂട്ടിന് രാജേട്ടനെ നിർത്തണോ? അതൊന്നും വേണ്ട, ഇനി അവനെ പോലീസിനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. ഇതൊക്കെ പുളിക്ക കേൾക്കുന്നുണ്ട്. ജോസഫ് പറയും, ഒരു കാര്യം ചെയ്യേ, എന്റെ ഫോൺ നീ വെച്ച്, നിന്റെ ഫോൺ ഞാനും വെക്കാം. ടവർ ലൊക്കേഷൻ തപ്പി പോലീസ് എത്തണ്ട. എന്നെ ഫോൺ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണേ. ഞങ്ങൾ കൊണ്ടാക്കാടാ. വിക്രം പറയും, വേണ്ട നിങ്ങൾ ചെല്ല്. അങ്ങനെ അവര് ആ സ്ഥലത്തേക്ക് തന്നെ പോവാട്ടോ. അങ്ങനെ അവിടെ പോയി നിൽക്കണേ. ഇതൊക്കെ പുളിക്കൽ പിന്നാലെ പിന്തുടർന്ന് കാണും. അങ്ങനെ വിക്രം ആ വീടിനകത്തേക്ക് കയറി പോയിട്ട് ജോസഫും രാജേട്ടനും അവിടെ നിന്ന് തിരികെ പോകുന്നൊക്കെ പുളിക്കൽ കാണും. ശേഷം അവർ പോയി കഴിഞ്ഞാൽ പുളിക്കല് ശ്രീകാന്തിനെ വിളിക്കും. ശ്രീകാന്ത്, പുളിക്ക പറ. ഇതൊക്കെ വേദ അവിടുത്തെ വീണ്ടും കേൾക്കുന്നുണ്ട് കേട്ടോ. ആ കിച്ചണിൽ തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ വിക്രം എവിടെയുള്ളതെന്നുള്ള സ്ഥലം കറക്റ്റായിട്ട് ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കും. ശ്രീകാന്ത് പറയും, ശരി നീ അവിടെ തന്നെ നിന്നോ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വിളിച്ചു പറയാം. ഞാനിപ്പോൾ വാസവനെ ഒന്ന് വിളിക്കട്ടെ. ശരി വിളിക്കാന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യും. ശേഷം പിന്നീട് കാണിക്കുന്നത് വാസവൻ കരഞ്ഞ് വല്ലാത്ത കണ്ണൊക്കെ ചീർത്ത് നിൽക്കുകയാണേ. രേണുകയും കുറച്ച് സമയം കണ്ണടച്ചൊന്ന് കിടന്നൂടെ. അതിൽ വാസവന്റെ നോട്ടം കാണുമ്പോൾ രേണുക പിന്നൊന്നും പറയണില്ല. അപ്പോഴായിരിക്കും ശ്രീകാന്ത് വിളിക്കുന്നത്. ഹലോ, വാസവാ, അവനിരിക്കുന്ന സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു. എവിടെയുണ്ട്? ശ്രീകാന്ത് പറയും, ചപ്പാത്തി ജംഗ്ഷനിന് ഇടത്തേക്കൊരു വഴിയുണ്ട്. ആ വഴി പോകുമ്പോൾ ഒരു ഐസ് പ്ലാന്റ് കാണാം. അതിന്റെ ഓപ്പോസിറ്റ് നടന്ന ബീച്ച് സൈഡിൽ അവിടെ ഒരു ഷെഡിലാണ് അവനുള്ളത്. പിന്നെ അവൻ്റെ ടവർ ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം. പിന്നെ അവൻ്റെ ഫോണിലെ ടവർ ലൊക്കേഷൻ അന്വേഷിച്ചിട്ട് കാര്യം. അവൻ ഉപയോഗിക്കുന്നത് ജോസഫ് ഉപയോഗിക്കുന്നത് അവൻ്റെ ഫോണാണ്. അവൻ എവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പുണ്ടല്ലോ അല്ലേ? ശ്രീകാന്ത് പറയും, 100%.
ബാക്കി ഞാൻ നോക്കിക്കോളാം. ശരി എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യണേ. വാസന അപ്പം തന്നെ അവിടുന്ന് എഴുന്നേൽറ്റ് ഫോണൊക്കെ എടുക്കുമ്പോൾ രേണുക ചോദിക്കും, എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞൂടെ? അവനുള്ളത് എവിടെയാന്ന് എനിക്ക് മനസ്സിലായി, ഞാനൊന്ന് നേരിട്ട് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഗണ്ണെടുക്കണേ. രേണുക പറയും, അത് പോലീസിനെ അറിയിച്ചാൽ പോരെ, നിങ്ങൾ എന്തിനാ പോകുന്നത്? ഒന്നും പറയാതെ അവിടുന്ന് ഇറങ്ങുമ്പോൾ, ഞാൻ പറയുന്ന കേൾക്ക് പ്ലീസ് വാസവേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രേണുക പിന്നാലെ ചെന്ന് പിടിക്കുക. മാറി നിൽക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വാസവൻ ഇറങ്ങി പോവാട്ടോ. രേണുക ഇങ്ങനെ പൊട്ടിക്കരയണുണ്ട്. ഈ സമയം ഇവിടെ ശ്രീകാന്ത് പൊട്ടിച്ചിരിക്കുക. അങ്ങനെ വേദയ്ക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. വേദ അതെല്ലാം ശ്രദ്ധിച്ചു നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അങ്ങനെ വേദ തന്നെ വിക്രമിനെ എന്തായാലും രക്ഷിക്കും. എന്തായാലും വിക്രമിനെ വാസവന്റെ കയ്യിൽ നിന്ന് തട്ടുന്നുണ്ട്. ആ വെടി വെച്ചിട്ട് വാസവൻ പോകുമ്പോൾ വേദ തന്നെയാണ് രക്ഷിക്കുന്നതും. അപ്പം ഇനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്